ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിയിടൂ മടിയാതെ. സമ്പാദ്യവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃധ്രവര പ്രവരനും പൃഥ്വീധര പ്രവരോ തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതൊരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുൻപിൽ പ്രാണഹാനി വരുന്നതും സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. രുദ്രവാക്യം കേട്ടു മർക്കടൗഖം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിടിനാർ. അദ്രേന്ദ്രതുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തോ. രാമകാര്യത്തെയും സാധിച്ചതില്ല ഞാൻ, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതോ രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാൻ അനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരെന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തോ പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായികേതുമേ. ഉംബർഹോൻ പൗത്രനും അമ്പോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലാൻ മാറു ചെന്നംഭോജലോചനൻ തൻ പാദപങ്കജം. സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ. പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൂക്കിതു കാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനാൻ. തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞ ക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താനക്ഷണധാരചാചരനോടു. ജടായുവാം പക്ഷേ പ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയെറുത്താനതൂ നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ
മൃത്യുവരായികൻ അനുഗ്രഹിച്ചാൽ ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷിമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായി കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ. ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കപീവരന്മാരെ. ഓരോ ദിശി ദക്ഷിണാദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതിലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടാകിൽ അപ്പോൾ അവരെ വധിക്കും കപീവരൻ. പാതാളമുൾപ്പൊക്കുവാസനം പോയതു ഏതും അറിഞ്ഞില്ല ഞങ്ങളതുകൊണ്ടു ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളോന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദവനോട് ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനാൻ. എന്നുടെ സോദരനായുദകക്രിയക്കെന്നെ അടുത്തു ജലാന്തികെ കൊണ്ടുപോയി. നിങ്ങൾ ചെയ്യിപ്പിനുദകർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കപികളും അബ്ധിതീരത്തു വെച്ചിടിനാൻ ആദരാൽ. തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായി കൊണ്ടു സാദരം സംസ്ഥാനദേശത്തിരുന്നിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധ കർമ്മവേഗാനുരൂപം ഭുവി. പാരമാർത്യാത്മനാ വാഴുക നീ സഖേ. മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകോലാം. ത്രേതായുഗേ വന്നു നാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി. നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചമ്പോളു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ. ദണ്ഡകാരണ്യത്തിൽ വാഴും വിധൗബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ. പുണ്ടരീകോത്ഭുതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോം മായയാ. ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരിഞ്ഞിടുവാൻ. മർക്കടരാജനിയോഗാൽ കപികുലം ദക്ഷിണവാരിധി തീരദേശേ വരും. തത്ര സമാഗമം നിന്നോടു വാനർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ. അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളാൽ ഉത്ഭവിച്ചിടും അതിനെന്നു സംശയം. എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നെ വിചിത്രമേ നിന്നു നന്നെത്രയും. ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃതമാത്മ്യമാരാലും ഓർത്താലറിയാവതല്ലേതും. രാമനാമാമൃതത്തിനു സമാനമായി
ആമകേ മാനസേ മറ്റു തോന്നീലഹോ. നല്ലതൂ മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കട്ടുകിട്ടേണമേ. നന്നായതി പ്രയത്നം ചെയ്കലർണവമെന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരിവാരാനിധിയെ കടക്കുന്നിതേവരും. രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമാരാകലു ആകുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നോ പറന്നു മറഞ്ഞിത അത്യുന്നതനായ സമ്പാദി വിഹായസ. പിന്നെ കപിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്ര ചക്ര ഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കപികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുവാനേറും മറുകര കാൺമാനുമില്ലല്ലോ. ആവതല്ലാത്തതോ ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ. ശക്രതനയ തനൂജനാമംഗദൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ. എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും. എന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം. ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം. സുഗ്രീവരാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ. അംഗദനിങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ നോക്കിനാരേവരും. ഒന്നും പറഞ്ഞിലൊരുത്തരും അംഗദൻ. പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ. ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവകം. ചാടാമെനിക്കു ദശയോജന വഴി ചാടാമിരൂപതെനിക്കൊരു കപി 30 ചാടാമെനിക്കെന്നവരനും. അപ്പടി 40 മറ്റേവനും. 50 60 70 ചാടാമെനിക്കൊരുവനും. 90 ചാടുവാൻ ദണ്ഡമില്ലേകനെന്നർണവ 300 യോജനയുണ്ടല്ലോ. ഇക്കണ്ട നമ്മിലാർക്കും കടക്കാമതക്കല്ലിൽ കടൽ മർക്കട വീരരേ നിർണയം. മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ചന്നനായി 3 അടിയായി അളക്കും വിധൗ. യൗവനകാലേ പെരുമ്പറയും കൊട്ടി 7 വട്ടം വലത്തു വച്ചിടിനാൻ. വാർദ്ധകഗ്രസ്തനായ നിദാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. കാലസ്വരൂപനാമീശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതമെത്രയും. ഇത്തമാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ ഭൃത്യരില്ലേഖനുമുണ്ടായി വന്നേതേ വരൂ. ആർക്കുമേയില്ല സാമർഥ്യമനാശനം. ദീക്ഷിച്ചു തന്നെ മരിക്കനല്ല വയം. താരേയവനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. എന്തോ ജഗൽ പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കണ്ഠനായി തന്നെ ഇരുന്നു കളകയോ. കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണി ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ. പിന്നെ വാതാത്മജനാകയുമുണ്ടവൻ
തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ, കേസരിക്ക് കൊന്നു താപം കളഞ്ഞോരോ. കേസരിയാകിയേ വാനരനാഥനും പുത്രനായ അഞ്ജന പെറ്റുളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായവനിയിൽ അഞ്ജസാജാതനായി വീണനേരം ഭവാൻ. 500 യോജന മേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ. ചണ്ഡകിരണനൂദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തുടുത്തുടേ കണ്ടു നീ. പക്വമെന്നോർത്തു ഭക്ഷിപ്പാനടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും. ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളം. അപ്പോൾ ത്രിമൂർത്തികൾ 30 മുക്കോടി വാനവർ തമ്മോടും ഉൽപ്പല സംഭവ പുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ. മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തുമില്ല മൃതി എന്നു കൽപ്പിച്ചതിന്നിളക്കം വരാ നിർണയം. ആംനായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാംനാ ഹനുമാനിവനെന്നു സാദരം. വജ്രം ഹനുവിങ്കലേറ്റു മുറികയാല ചരിത്രങ്ങൾ മറന്നിതോ മാനസേ. നിൻ കയ്യിലല്ലയോ തന്നതു രാഘവനങ്കുലീയമതു എന്തിനെന്നോർക്ക നീ. ത്വൽബലവീര്യവേഗങ്ങൾ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലെടോ. ഇത്തം വിധീസുതൻ ചൊന്ന നേരം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറുന്നവൻ സമ്മതാസിംഹനാദം ചെയ്തരുളിനാൻ. വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ഭൂമിധാരാകാരനായി നിന്നു ചൊല്ലിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നു ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരുന്നവനിപ്പോഴേ. അല്ലാകിലോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തൂടൻ. കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാന്തികെ വെച്ചു കൈതൊഴുതിടുവാൻ. രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതിക്കു വാക്കു കേട്ടോരു വിധിസുതനാരൂഢ കൗതുകം ചൊല്ലിനാൻ. പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോടെതിർത്തിടുവാൻ. പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യനെ രാഘവൻ. വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക. കല്യാണം ഭവിക്കതേ മാരുതദേവനും ഉണ്ടരികെ തവ ശ്രീരാമകാര്യാർത്ഥമായല്ലോ പോകുന്നു. ആശീർവചനവും ചെയ്തു കപികുലം ആശുപോകെന്നു വിധിച്ചോരനന്തരം. വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളിലേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ. ഇത്തം പറഞ്ഞറിയിച്ചോരു തത്തയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ. ഹരേ രാമ 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 ഹരേ ഹരേ ഇത്യധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദേ കിഷ്കിന്ധാകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സംപൂജ്യരായ സജ്ജനങ്ങളെ,
ഇങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും ഇവരെല്ലാവരും കൂടി സീതാദേവി അന്വേഷിച്ചിങ്ങനെ പോവുകയാണ്. അങ്ങനെ അവർ നേരെ വീണ്ടും തെക്കോട്ട് സഞ്ചരിച്ചോളാൻ പറയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഒരു ഗുഹാമുഖത്ത് എത്തുകയാണ്. അപ്പോൾ ഒരു ഞരക്കങ്ങനെ കേൾക്കാണ്ട്. അപ്പോൾ എന്തോ ഒരു വലിയൊരു ജന്തു ചിറകൊന്നും ഇല്ലാണ്ട് കിടക്കുകയാണ് അവിടെ പക്ഷി. എല്ലാവർക്കും കണ്ടാൽ പേടിയാവും ചെയ്യും. അപ്പോൾ അതിലൊരാളെ ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അങ്കദനാ ചെന്നേ. എന്താണ്, നിങ്ങൾ ആരാ? അപ്പോൾ ഇവർ ജടായുവിൻ്റെ കാര്യം പറയാം. ജടായുവിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞത് ആ സത്വം കേട്ടു, പക്ഷിശേഷം കേട്ടു. ഉടനെയാണ് അവരെ വിളിച്ചത്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ ഇവർ പറഞ്ഞു, ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയായ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയ കഥയും. അപ്പോൾ ആ സമയത്ത് ഈ ജടായു അത് തടുക്കാൻ ചെന്നു. ജടായുവിനെ അവിടെ ചിറകറ്റ് വെട്ടി വീഴ്ത്ത കഥയൊക്കെ പറയാം. ഇത് കേട്ടപ്പോൾ സമ്പാദി പറയാണ്, ആ ജടായു എൻ്റെ അനുജനാണ്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമായി. എൻ്റെ അനുജൻ്റെ ഒരു വിവരം എനിക്ക് ലഭിച്ചിരുന്നില്ല. പണ്ട് എനിക്ക് ഈ അവസ്ഥ വരാനുള്ള കാരണവും പറഞ്ഞു. അവിടെയാണ് സഹോദര സ്നേഹം. സൂര്യമണ്ഡലത്തിലേക്ക് പിതാവിനെ അന്വേഷിച്ച് പോയ ജടായു, അതുപോലെ തന്നെ സമ്പാദി, ആരാണ് ഉയരത്തിൽ പറക്കുക എന്ന് വാദിക്കാൻ തുടങ്ങി. മത്സരബുദ്ധിയോടുകൂടി സമ്പാദിയും ജടായും കൂടി ഇങ്ങനെ ഉയർന്നുയർന്ന് പറക്കാൻ തുടങ്ങി. പിതൃമണ്ഡലത്തിലേക്ക് പോയതാ. ആ പോകുന്ന ചൂടങ്ങടെ ഏറ്റാൻ തുടങ്ങിയപ്പോൾ ജടായുവിനെ രക്ഷിക്കാൻ വേണ്ടി സമ്പാദി അതിൻ്റെ മീതങ്ങട് പറക്കാൻ തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാ? സൂര്യൻ്റെ ചൂടേറ്റ് അവനൊന്നും പറ്റരുതെന്ന്. അങ്ങനെ സമ്പാദി ജടായുവിൻ്റെ മീത പറന്നോടുകൂടി സൂര്യൻ്റെ ചൂടേറ്റുകൊണ്ട് നിലം പതിക്കുകയാണ്. ചിറകറ്റുകൊണ്ട് സമ്പാദി പതിക്കും. ജടായു രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ ആ സഹോദര സ്നേഹം നോക്കൂ. പക്ഷി മൃഗാദികൾക്കടക്കം സഹോദര സ്നേഹമുണ്ട്. താൻ മരിച്ചാലും തൻ്റെ അനുജൻ രക്ഷപ്പെടണം എന്ന വലിയൊരു പാഠമാണ് നമുക്ക് രാമായണം തരുന്നത്. ശ്രീരാമനും ലക്ഷ്മണനും തമ്മിലുള്ള ആ സഹോദര ബന്ധം നോക്കൂ. ഇരു കൂട്ടർക്കും താൻ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറായ. അപ്പോൾ പക്ഷി മൃഗാദികളടക്കം തന്നെ അവിടെ സഹോദര സ്നേഹം കാണിക്കുന്ന അതികാവ്യം തന്നെയാണ് ഈ രാമായണം. അപ്പോൾ ഈ സമ്പാദി വീണ് കിടക്കുന്നവരെ കണ്ടപ്പോൾ ഉടനടി ആ സംസ്കാരക്രിയകളൊക്കെ ചെയ്യാണ്. ദശരഥൻ്റെ ഒറ്റ സുഹൃത്തുമായിരുന്നല്ലോ. ആ സംസ്കാരക്രിയകളൊക്കെ കഴിച്ചതിന് ശേഷം ഇവർ നേരെ ആ തെക്ക് ഭാഗത്തേക്ക് ചെല്ലുക. അപ്പോൾ അന്വേഷിച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ പറയാണ്, ഈ തെക്കുന്ന് ഇത്ര സമുദ്രം കടന്നാൽ അവിടെ രാവണൻ്റെ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള രഹസ്യമാണിത്. അങ്ങനെ ഇവർ ആ പടിഞ്ഞാറ് ഭാഗത്തിരിക്കണ നേരത്താണ് വിഭീഷണൻ രാവണൻ്റെ സഹോദരൻ തെറ്റിട്ട് 4 മന്ത്രിമാരുമായിക്കൊണ്ട് വിമാനത്തിൽ വന്നങ്ങോട്ട് ഇറങ്ങുക. അവരിറങ്ങിയ വഴിക്ക് ശ്രീരാമചന്ദ്രൻ നോക്കി. അപ്പം പറഞ്ഞു, ആരാ? ഹനുമാനോട് അന്വേഷിക്കാൻ പറഞ്ഞു. എൻ്റെ ജ്യേഷ്ഠൻ ശരിയല്ല. എൻ്റെ ജ്യേഷ്ഠൻ ശ്രീരാമചന്ദ്ര പ്രഭു സീതാദേവിയെ അവിടെ അശോകവനിയിൽ ആ ശിംശിവാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയും രാവണനിൽ നിന്നും സീതാദേവിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണനും 3 മന്ത്രിമാരും അവിടെ എത്തിയിട്ടുണ്ട്. ഇതങ്ങടെ കേട്ട വഴിക്ക് അങ്കദൻ പറഞ്ഞു, ജാമ്പവാൻ, സകല ആൾക്കാരും പറഞ്ഞു, ശത്രുവിൻ്റെ അനുജനെ എടുക്കരുത്. ശ്രീരാമചന്ദ്രനോട് ജാമ്പവാനോട് ചോദിച്ചു, ജാമ്പവാൻ, രാവണൻ്റെ അനുജനും 3 പേരും വന്നിട്ടുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണോ? എടുക്കരുത്. ശത്രുപക്ഷത്തിൽ വരുന്ന ആരെയും എടുക്കരുത്. ഉടനടി അങ്കദ സകല ആൾക്കാരും എല്ലാവരോടും ചോദിച്ചു ശ്രീരാമൻ, വിഭീഷണനെയും കൂട്ടരെയും നമ്മുടെ പാളയത്തിലെടുക്കാമോ? അവസാനം ഹനുമാനോട് ചോദിക്കുകയാണ്. ഹനുമാൻ എന്ത് വേണം ചോദിക്കുകയാണ്. അപ്പോഴാണ് ഹനുമാൻ പറയണത് വിഭീഷണൻ്റെ ഭക്തി. കാരണം ബുദ്ധി രാക്ഷസൻ തന്നെയാണ്. ശ്രീരാമചന്ദ്രന് ശരിക്കറിയാം ഹനുമാൻ ആരാണെന്ന്. അപ്പോൾ ഹനുമാൻ മാത്രം പറഞ്ഞു, തീർച്ചയായിട്ടും എടുത്തോളം പറയണം.
ഇത് വരുന്നത് ലങ്കാദഹനത്തിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ ആ ലങ്കാദഹനത്തിന് ശേഷമാണ് ഈ ചോദ്യം വരുന്നത്. കാരണം നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ കൂട്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ഹനുമാൻ്റെ ആ ചിന്താവീക്ഷണം, ഹനുമാൻ്റെ ചിന്ത, ഒരാളെ കുറിച്ച് നിരീക്ഷിക്കുവാനുള്ള ആ നല്ല മനസ്സാണ് ഹനുമാന്. ഹനുമാൻ പറഞ്ഞു, ലങ്കയിലെ രാമനാമം 2 പേരെ മുഴക്കിയിട്ടുള്ളൂ, ഒന്ന് വിഭീഷണനും ഒന്ന് സീതാദേവിയും. അതുകൊണ്ട് നമുക്ക് ചങ്ങാതിയെ എടുക്കുക എന്നുള്ളതാണ്. ഈ സത്യം മനസ്സിലാക്കി എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും തന്നെ രാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.